ഈ സാമുവൽ ബെക്കറ്റിൻ്റെ ഒരു നാടകമുണ്ട്, വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗോദോയെ കാത്ത് എന്നാണ്. മലയാളത്തിൽ നിരവധി വേദികളിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഗോദോ എന്ന് പറയുന്ന ഒരു അദൃശ്യനായ ഒരാളെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. അതൊരു വലിയ നീണ്ട പ്രശ്നം തന്നെയാണ്. അതുപോലെയുള്ളൊരു കാത്തിരിപ്പിലാണിപ്പോൾ മലയാളികൾ. ഇനിയിപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഏപ്രിൽ 26 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇനി ജൂൺ 4 വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് മുറയ്ക്ക്. എല്ലാവർക്കും എന്തും പറയാം. 20 സീറ്റും UDF നേടും, 20 സീറ്റും LDF നേടും, BJP 5 സീറ്റ് നേടും എന്നൊക്കെ പറയാൻ ധാരാളമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചില കാര്യങ്ങൾ പ്രവചിച്ചാൽ അതൊന്നും അതുപോലെ ആകണമെന്നില്ല. പക്ഷേ ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ കൂടി നമ്മളതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഈ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ അതിന് തക്കതായ ശിക്ഷ കാരണഭൂതന് കൊടുക്കേണ്ടത് 2026 പറ്റുകയുള്ളൂ. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ്. പക്ഷേ അത്രയും വരെ ജനത്തിന് കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് 2024 ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു, കാരണഭൂതനോട് തന്നെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് UDF പോവുകയും ചെയ്തു. അപ്പോൾ UDF 20 സീറ്റ് നേടുന്നു, അല്ലെ 18 സീറ്റ് നേടുന്നു. ഇത് നേടിയാൽ ജനത്തിന് UDF പ്രേമമൊന്നുമല്ല. അങ്ങനെ വിചാരിച്ച് ഈ കോൺഗ്രസ്സുകാരൻ ഈ ഹാലിളകി നടക്കുകയും വേണ്ട. ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ചില മണ്ഡലങ്ങളിൽ ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, കണ്ണൂർ. അവിടെ കോൺഗ്രസിൻ്റെ അധികായൻ സുധാകരനാണ് മത്സരിക്കുന്നത്. സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി. MM ഹസൻ ഉടൻ തന്നെ കസേരയിൽ ഇരുന്നു, മാറിക്കൊടുക്കാനൊട്ട് തയ്യാറാകുന്നുമില്ല. എങ്ങനെയെങ്കിലും സുധാകരനെ ഒതുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ നീക്കം. ആ നീക്കം നടത്തുന്നവർ കണ്ണൂരിൽ സുധാകരനെതിരെ പ്രവർത്തിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ LDF സാധ്യത തെളിയുകയാണ്. അപ്പോൾ 1 സീറ്റ്. പിന്നെ നമ്മൾ കാണുന്നത് ഒരുപക്ഷേ മാവേലിക്കരയിൽ LDF അനുകൂലമായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിരവധി തവണയായിട്ട് 7, 8 ഒക്കെ തവണയായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു കയറി പോകുന്നുണ്ട്. ആ മണ്ഡലത്തിന് ഒരു പുണ്ണാക്കം കിട്ടുന്നില്ല. അങ്ങനെ ശക്തമായ അമർഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥി അരുൺകുമാർ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു സംശയമുണ്ട് ചിലപ്പോൾ. കാരണം ഈ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തമായ ഒരു വിരുദ്ധം ആയിട്ടുള്ള ഒരു വികാരം നിൽക്കുന്നത് കൊണ്ട് അത് അരുൺകുമാറിലേക്ക് ജയസാധ്യതയിലേക്ക് മാറുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഏതെങ്കിലും കാരണവശാൽ LDF അനുകൂലമായിട്ട് മാറാൻ സാധ്യതയുള്ളത്. തിരുവനന്തപുരത്ത് CPM മുഴുവൻ സംഘടനാ സംവിധാനവും പോയത് ആറ്റിങ്ങലേക്കാണ്. അവിടെയൊന്നും വിജയമുണ്ടാകില്ല. കാരണം ഈ ഭരണത്തിൻ്റെ മുഴുവൻ ദോഷഫലങ്ങളും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് തിരുവനന്തപുരത്തുകാർ തന്നെയാണ്, തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളവർ അത് ശക്തമായി പ്രകടിപ്പിക്കും. ഈ കാരണഭൂതൻ്റെ ഈ ചേഷ്ടകളും കൊള്ളരുതായ്മകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തുകാരാണ്. അപ്പോൾ വടക്കോട്ടുള്ളവർക്ക് അത് കാണുന്നില്ല. അവരെ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുള്ളൂ. തിരുവനന്തപുരത്തുകാർ നേരിട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ തിരിച്ചടി ആറ്റിങ്ങലിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ കണക്കുകൂട്ടൽ അവരുടെ കോട്ട തിരിച്ചു പിടിക്കണമെന്നുള്ളതൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ കോഴിക്കോട് ഇവർ ഇളമരം കരീം എന്ന് പറയുന്ന ഈ വൻമരത്തെ ഇറക്കിയത് തന്നെ രാഘവേട്ടനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ്. നടക്കുമോ? ഇല്ല. കാരണം രാഘവേട്ടൻ കോഴിക്കോടുമായിട്ട് അത്രത്തോളം ഇഴുകിച്ചേർന്ന ഒരാളാണ്. അതുകൊണ്ട് ഇളമരം കരീമൊന്നും അവിടെ വിജയിക്കത്തില്ല. കാരണം ഇളമരം കരീമിനെ കുറിച്ച് തന്നെ പലയിടങ്ങളിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്.
പ്രത്യേകിച്ച് പിണറായിയുടെ ഈ നവകേരള സദസ്സിന്റെ യാത്രയൊക്കെ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. അതിൻ്റെയൊക്കെ നവകേരള സദസ്സിൻ്റെ തല എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരാണ്. ഈ ജോൺ ബ്രിട്ടാസിൻ്റെ അപ്പോൾ ഈ LDFിൻ്റെ ശവക്കുഴി തോണ്ടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ബ്രിട്ടാസിനെ പോലുള്ളവരൊക്കെയാണ്. കാരണഭൂതനും ബ്രിട്ടാസും തന്നെയായിരിക്കും. പിന്നെ BJPക്ക് സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഇക്കുറി. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് 5 മണ്ഡലങ്ങൾ വരെ അങ്ങ് പിടിച്ചെടുക്കുമെന്നാണ്. ഇവര് ഈ സംസ്ഥാന നേതൃത്വം എത്രത്തോളം ഇതിനകത്ത് പാര വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ മതി. ഇത് എന്തെങ്കിലും തരത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി നേരിട്ടിടപെടുകയും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇറങ്ങുകയും ചെയ്തത് ആയിരിക്കും BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നത്. അല്ലാതെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശവും അവർക്കില്ല. അത് തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെ ആയിരിക്കും. പിന്നെ ആലപ്പുഴയിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. പത്തനംതിട്ടയിൽ ഒരുപക്ഷെ വോട്ട് വിഹിതത്തിൽ അല്പം വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പാലക്കാടും കൃഷ്ണകുമാർ വോട്ട് വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ കക്ഷിനില ഇത്തരത്തിലായിരിക്കും. UDF 18, ഒരു പക്ഷേ LDFന് 2 സീറ്റ്, കണ്ണൂരും മാവേലിക്കരയും. അത് ചിലപ്പോൾ അങ്ങോട്ടേക്കും മാറാൻ, UDFന് അനുകൂലമായിട്ടും മാറാൻ ഇടയുണ്ട്. 2 സീറ്റ് 2 സീറ്റ് BJPക്ക്. അപ്പോൾ UDF 16, BJP 2, LDF 2 എന്നുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്.